ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ആറാട്ടുപുഴ പൂരത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനും മിക്കും കൂടി ആറാട്ടുപുഴ പൂരം കാണാൻ പോണത്. ഇത്രയും ദൂരം നടക്കണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വണ്ടി അവിടെ വെച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ നടക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കപ്പലണ്ടി മേടിച്ചു. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് നടന്ന് അമ്പലത്തിലെത്തി. പിന്നെ ഇവിടെ വന്നു, മേളം കേട്ടു, ആനനെ കണ്ടു, മിക്കുട്ടി സ്റ്റഡിയാൻ കൈ വിടും. ആളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നല്ല മൂഡായിരുന്നു മിക്കു, നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ആനകളെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് അവന്, ഭയങ്കര ഇഷ്ടമാണ് ആനനെ കാണാനായിട്ട്. അപ്പോൾ ആനനെ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര എപ്പോഴും ആനനെ നോക്കിക്കൊണ്ടിരിക്കൽ തന്നെയായിരുന്നു, വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ 15 ആനകളായിരുന്നു കേട്ടോ അപ്പോൾ ഈ എഴുന്നള്ളിപ്പിന് ഉണ്ടായിരുന്നത്. പിന്നെ വേറെ വേറെ അവിടെ നോക്കിയാലാന ഇവിടെ നോക്കിയാലാന, അങ്ങനെ ആനകളെ കൊണ്ട് തട്ടി തടഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു ആറാട്ടുപുഴ പൂരം. ഞാൻ ഇത്രയും ആനകളെ ആദ്യമായിട്ടോ കാണുന്നത് പൂരത്തിന്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളിത് അവിടെ കിടന്ന് മേളത്തിലും ഇതൊക്കെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ നേരമായി ഈ ബലൂണും ഒരു നോട്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോണു. അപ്പോൾ പിന്നെ ഒരു ബലൂൺ അങ്ങോട്ട് മേടിച്ച് കൊടുത്തു. മേളത്തിനൊപ്പം കളിക്കാമല്ലോ നമുക്ക്. ഈ ബോർഡിൽ എഴുതി പോണ കണ്ട 1443 ആറാട്ടുപുഴ പൂരമാണ്. അപ്പോൾ എത്രത്തോളം പഴക്കമുണ്ടല്ലേ ഈ പൂരത്തിന്, അത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും ഈ ബലൂൺ എന്നുള്ളതുകൊണ്ട് നല്ല രസമാട്ടോ ഇവിടെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാ. മിക്കൂനൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് നടക്കുകയാണ് ഞങ്ങൾ. തിന്നണേ അങ്ങനെ നടന്നു പോണ വഴിയിൽ ഇതാ പിന്നെയും ആനകൾ വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ആനകളായിരുന്നു കേട്ടോ, കണ്ടുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് നടന്ന് ബൈക്കിന് അവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ബ്ലോക്ക്. എൻ്റെ പൊന്നോ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ബ്ലോക്കിൽ പെട്ടു ഞങ്ങൾ. അപ്പോൾ ബ്ലോക്കിനിടയിലും ഞങ്ങൾ കണ്ടു 3 ആനകളായിരുന്നു കേട്ടോ ബ്ലോക്കിനിടയിൽ അങ്ങോട്ടും. ഈ ബ്ലോക്കിനുള്ളിൽ എങ്ങനെ പോകുന്നു ഞങ്ങൾ വിചാരിച്ചു. ദെൻ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തട്ടുകട കിട്ടിയത് 12:30 ആയി സമയം. അപ്പോൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോവുകയാണ്. ബൈ ബൈ, സീ യു.